Hello guys, welcome to our YouTube channel Mahesh's Official. कितना टाइम लगेगा आपका? उधर शॉपिंग के लिए 2 घंटा. ഷോപ്പിംഗ് के लिए 2 घंटेയോ? 2 മണിക്കൂർ കൊണ്ട് എന്താവാനാ? ഏട്ടന് ഇതുവരെ മനസ്സിലായിട്ടില്ല തോന്നുന്നു. നാട്ടിൽ ഇത്രയും സ്റ്റുഡിയോ ഉണ്ടായിട്ടും എനിക്ക് ഇതുവരെ ഒരു സ്റ്റുഡിയോയിൽ പോലും കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദുബായിലെ സ്റ്റുഡിയോ വരുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഏട്ടൻ എൻ്റെ അടുത്ത് സ്റ്റുഡിയോ വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുന്നത്. കേട്ട പതി കേൾക്കാത്ത പതി ഞാനും റെഡിയായി കൊച്ചിനുള്ള ഫുഡും സെറ്റാക്കി. ഇനി അങ്ങനെ ബാക്കും അറിയാലോ. സിലിക്കൺ ഒയാസിസിലുള്ള സിലിക്കൺ സെൻട്രൽ മാളിലാണ് സ്റ്റുഡിയോ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊരു ½ ഡ്രൈവ് ഉണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഈ സ്റ്റുഡിയോ വരെ കേട്ടോ. അങ്ങനെ നമ്മുടെ സിലിക്കൺ സെൻട്രൽ മാളൊക്കെ എത്തിയിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മാളിലേക്കും വരുന്നത്. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലും എക്സ്പെക്ട് ചെയ്തായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത തിരക്കൊന്നും മാളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സ്റ്റുഡിയോ ഒക്കെ തപ്പി കണ്ടുപിടിച്ച് സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന്. പിന്നെ എനിക്കിപ്പോൾ എവിടെ പോയാലും ഫസ്റ്റ് തന്നെ ബേബീസിൻ്റെ ഡ്രസ്സ് സെക്ഷനിലേക്കാട്ടോ ഞാൻ പോവുക. കാലം പോയൊരു പോക്കേ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രസ്സ് തപ്പിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ 2 ഡ്രസ്സ് ചിക്കിപ്പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 19 ദിർഹംസിൻ്റെ ഷർട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ മെൻസ് ഷോർട്സിനൊക്കെ ആകെ 9 ദിർഹംസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ ഈ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് വിട്ടു. കാരണം ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഡ്രസ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ലാന്ന്. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊന്നും പോകാൻ പറ്റില്ലാന്ന്. അമ്മാതിരി തിരക്കായിരുന്നു ട്രയൽ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട്. എനിക്ക് എവിടെ പോയാലും ചെരുപ്പ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എൻ്റെ കാലിന് കുറച്ച് നീട്ടം കൂടുതലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റാറില്ല. പണ്ടൊക്കെ ചെരുപ്പ് മേടിക്കാൻ പോകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ചെരുപ്പൊന്നും എനിക്ക് പാകാവാറില്ല. അങ്ങനെ ലാസ്റ്റ് അമ്മ പറയാറുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് ചെരുപ്പ് ഇനി പണിക്കിട്ട് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ 40, 41, 42 ഒക്കെ നിരന്ന് കിടക്കുന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ചെരുപ്പൊക്കെ എടുത്ത് ഇനി എൻ്റെ കാലിന് പാകാവോ ചേരുവോ എന്നൊക്കെ നോക്കണ്ടേ. അതിനുവേണ്ടിയിട്ട് നോക്കിയപ്പോൾ എന്താ ഒരുവിധം മിക്ക ചെരുപ്പും എൻ്റെ കാലിൻ്റെ സൈസിനുള്ളത് സ്റ്റോക്ക് ഔട്ടായിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ പെട്ടു. എന്നാലും ഒരുവിധം അവിടുത്തെ എല്ലാ ചെരുപ്പും ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട് എൻ്റെ കാലിന്. ലാസ്റ്റ് ഞാൻ എന്തിൻ്റെ അടുത്ത ചെരുപ്പ് ഈ ഒരു ചെരുപ്പാണ് കേട്ടോ. ഈ ചെരുപ്പ് എൻ്റെ കാലിനും പാകമാണ്, ഇട്ടിട്ടും വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ ഇതാണ് കേട്ടോ ലാസ്റ്റ് സെലക്ട് ചെയ്തത്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും പാച്ചുവിന് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തൽക്കാലത്തേക്ക് ഇവിടെ ഷോപ്പിംഗ് നിർത്തിയിട്ട് ബാക്കി ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്കി ഷോപ്പ് ചെയ്യാന്ന്. ഈ ഒരു ക്ലിപ്പിന് 5 ദിർഹംസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എടുക്കണം എന്ന് വിചാരിച്ചു, എടുക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുന്നതിൻ്റെ എല്ലാവിധ ചമ്മലുകളും ഈ മുഖത്ത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ആദ്യമായിട്ടായതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിക്കണ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. അങ്ങനെ ഞങ്ങളുടെ തൽക്കാല ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാച്ചുവിന് ഫുഡ് കൊടുക്കാനും ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനും ഞങ്ങൾ പോവാണ് കേട്ടോ. ഈ സിലിക്കൺ സെൻട്രൽ മോൾ യൂഷ്വലി ഇങ്ങനെ തിരക്കില്ലാത്തൊരു മോളാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ വന്ന ദിവസം മാത്രം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകുമ്പോൾ വേറൊരു കടയുടെ ഉള്ളിൽ മുടുക്കത്തെ തിരക്ക്. അതൊന്ന് എന്താന്ന് നോക്കിയപ്പോൾ ലുലു ഫാഷൻ സ്റ്റോർ. പിന്നെ തിരക്കില്ലാണ്ടിരിക്കുമോ? അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് അതിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് കയറി നോക്കാണ്. പിന്നെ ഞങ്ങളൊരു സീറ്റൊക്കെ തപ്പി കണ്ടുപിടിച്ച് പാച്ചുവിന് ഫുഡ് കൊടുക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഞങ്ങൾ ചിക്കൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തായിരുന്നേ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഇനി അടുത്ത പരിപാടി നോക്കാൻ പോവാണ്. അടുത്തൊരു വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ പാച്ചുവിന് ഉറക്കലാണ്. പാച്ചു ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഫുള്ളാവും വയലൻ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഒന്നും ഷോപ്പ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തിരിച്ചു പോകേണ്ട വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാവും. അവന് പക്ഷേ ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം അവന് ഉറക്കമൊന്നും വരാത്ത കാരണം ഞങ്ങൾ എന്തായാലും ലുലു ഫാഷൻ സ്റ്റോറിൽ ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നതല്ലേ, എന്നാൽ അവിടെയും കൂടെ കയറി കളയാം. പിന്നെ ഞങ്ങളൊരു ട്രോളിയൊക്കെ എടുത്ത് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ട്രോളി എടുത്തത് പാച്ചുവിനെ ഇരുത്താൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലൊരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ.
കുറച്ച് നേരമൊക്കെ നമ്മുടെ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഇതൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു. ഈ പട്ടിക്കുട്ടിന് നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ ഈ ഒരു ചാട്ടം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം അടിപൊളിയാ. ഈ ചാട്ടം മാത്രം ഒരു രസമില്ലാത്ത ചാട്ടായിപ്പോയി. ഈ പെൺകുട്ടികൾക്കൊക്കെ എത്ര വെറൈറ്റി ഉടുപ്പുകളാണല്ലേ ഉള്ളത്. എന്നാൽ ആൺകുട്ടികൾക്കോ ഒരു ഷർട്ട്, ഒരു ടീഷർട്ട്, ഒരു ഷോർട്ട്സ്, പാൻസ്, ഇത്രയല്ലേ ഉള്ളൂ. ഓണമൊക്കെ ആവാറായതുകൊണ്ട് തന്നെ നമ്മുടെ ലുലുവിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മുണ്ടും ഷർട്ടും പിന്നെ ജുബയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ലേഡീസ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് വെറൈറ്റി ബ്ലൗസസും ഉണ്ടായിരുന്നു കേട്ടോ. ഈ കസവിൻ്റെ ടൈപ്പ് കുർത്തീസൊക്കെ കാണാനായിട്ട് തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കിറങ്ങിയിരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായി പാച്ചു അധികം വൈകാതെ ഉറങ്ങുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ മിഷൻ സക്സസ്. പാച്ചു ഉറങ്ങി. അപ്പം ഞങ്ങൾ നേരെ വിട്ടു സ്റ്റുഡിയോയിലേക്ക്. ഈ ഡ്രസ്സുകളൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പറ്റിയ ടൈപ്പ് ഡ്രസ്സസ് ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടെന്ന്. പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയതാണോന്നും എനിക്കറിയില്ല. അവർ പറയുന്നത് കേട്ടിരുന്നു ഇതിലും കൂടുതൽ കളക്ഷൻസ് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു എന്ന്. അതിൽ 1-2 ടോപ്സൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് ട്രയൽ റൂം ഒന്ന് ഒഴിഞ്ഞു കിട്ടണ്ടേ. ഞാൻ രാവിലെ വന്നതിനേക്കാളും കൂടുതൽ തിരക്കായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ഡ്രസ്സസൊക്കെ നോക്കാനായിട്ട് പിന്നെ ഒരു ദിവസം വരാണ്. അങ്ങനെ തിരിച്ചു പോണ വഴിയിലാണ് ഈ മനോഹരമായ കാഴ്ച ഞാൻ കണ്ടത്. രാവിലെ തന്നെ വന്നപ്പോൾ ചെരുപ്പെടുത്തത് എത്രയോ നന്നായി എന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. പൂരപ്പറമ്പിൽ വന്നിട്ട് ചെരുപ്പ് അഴിച്ചിട്ട പോലെയായിരുന്നു ഇവിടെ. ഇതിപ്പോൾ അടിയിൽ നിന്ന് സെലക്ട് ചെയ്യണോ മുകളിൽ നിന്ന് സെലക്ട് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലെല്ലാവരും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും സമയം ഒരു 4-4:30 ആയിട്ടുണ്ടാവും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ.